നമസ്കാരം. ശനി മാറ്റം 2025 മാർച്ച് 29 രാത്രി 10:07 ഈ ശനിമാറ്റം സംഭവിക്കുന്നത്. വ്യാഴം രാശിയിലേക്ക് ശനി മാറുമ്പോൾ, അതായത് മീനം എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രമാണ്, സ്വക്ഷേത്രമാണ്. അവിടത്തേക്ക് ശനി മാറുമ്പോൾ ഇത് ഗോചരം ചെയ്യുമ്പോൾ ബുധൻ്റെ നക്ഷത്രമായ രേവതി എന്നീ നക്ഷത്രങ്ങളിലൂടെ ഇത് സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തൊക്കെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. മേടം രാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരാണ്. ഈ രാശിക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ മേടം രാശിക്കാർക്ക് 12ാം ഭാവത്തിലേക്കാണ് ഇത് പ്രവേശിക്കുന്നത്. 12ാം ഭാവം എന്ന് പറയുന്നത് നമ്മൾ 7.5 ശനിയായിട്ടാണ് കണക്ക് കൂട്ടുന്നത്. 7.5 ശനിയുടെ ആദ്യഘട്ടം എന്നാണ് നമ്മൾ പറയുന്നത്. ഈ സ്ഥാനത്ത് നിൽക്കുന്ന ശനി ചിലപ്പോൾ നമുക്ക് ചില തരത്തിലുള്ള ദോഷങ്ങൾ കൊണ്ട് തന്നു എന്ന് വിചാരിക്കുക. ഇനി അഥവാ അങ്ങനെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തികളും നമ്മുടെ കാര്യങ്ങളും കർമ്മങ്ങളും എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശനി നമ്മളെ അവിടെ ഉപദ്രവിക്കുകയൊന്നുമില്ല. ശനി ഒന്നും നമ്മളെ ചെയ്യില്ല. ശനി അങ്ങനെ തന്നെ ഒഴിഞ്ഞു പൊക്കോളും. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നതായിട്ട് നമ്മൾ കഠിനാധ്വാനമൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാം. വിദേശത്തൊക്കെ ജോലിയൊക്കെ നോക്കിയിട്ട് കിട്ടാതിരിക്കുന്നവർക്ക് വിദേശത്ത് പോകാനൊക്കെ സാധിക്കുന്നതാണ്. ചിലവ് ധാരാളം വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ചിലവ് നല്ലതുപോലെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്കാണെങ്കിൽ പോലും നല്ലതുപോലെ ചിലവുകളൊക്കെ വന്നു ചേരാം. വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. സാമ്പത്തികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. അത്യാവശ്യമാണെങ്കിൽ പോലും സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഒന്ന് വിജിലൻ്റ് ആവുക, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചധികം കടമൊക്കെ വന്നു പെടാം. ആരോഗ്യപരമായിട്ടുള്ള ആശങ്കകളൊക്കെ ഉണ്ടാകാം. വീട്ടിലിരിക്കുന്ന അമ്മമാർ വിചാരിക്കും എനിക്ക് എന്ത് ശനി, എന്നെ ശനിയൊന്നും ബാധിക്കുന്നില്ല എന്ന്. പക്ഷേ വീട്ടിൽ അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ സന്താനങ്ങൾ ജോലിക്ക് പോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വീട്ടിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. കൂടുതൽ കടം വാങ്ങിയൊന്നും ധാരാളം ആഡംബരങ്ങളൊന്നും കാണിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നേത്രരോഗങ്ങളൊക്കെ വന്നു ചേരാം. ചിലപ്പോൾ കാഴ്ചയ്ക്കൊക്കെ മങ്ങലുകളൊക്കെ സംഭവിക്കാം ഈ മേടം രാശിക്കാർക്ക്. അപ്പോൾ കണ്ണിന് ആദ്യത്തെ ദശയൊക്കെ ഉള്ളവരാണെങ്കിൽ കണ്ണിനൊക്കെ മങ്ങലുണ്ടാവാം. അപ്പോൾ വേഗം പോയിട്ട് കണ്ണൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് കണ്ണട വെക്കുക. അല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ പൂർണ്ണമായിട്ടൊക്കെ നഷ്ടപ്പെടുന്നത് വരെ കാത്തിരിക്കേണ്ട. കാലിലൊക്കെ വീഴ്ചയോ വ്രണമോ ഒക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ നല്ല രീതിയിൽ ചികിത്സകൾ എടുക്കുക. അതൊക്കെ ഈ 12ലെ ശനി കൊണ്ടുതരുന്നതാണ്. കാലിന് മുട്ടിന് കീഴ്പ്പെട്ടൊക്കെ വൃണാദി രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഷുഗറൊക്കെ ബാധിച്ച പേഷ്യൻസ് ആണെങ്കിൽ നല്ലതുപോലെ പോയിട്ട് ചികിത്സയൊക്കെ എടുക്കുക, റെസ്റ്റ് എടുക്കുക. അത് പിന്നീട് പ്രശ്നമാവാതിരിക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഒടിവ്, ചതവ്, കുളിമുറിയിലൊക്കെ കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. വീഴാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കയ്യോ കാലോ ഒക്കെ വീണ് ചിലപ്പോൾ ഒടിഞ്ഞ് നമ്മൾ വീട്ടിൽ കയറി ഇരിക്കേണ്ടി വരും. തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ നമ്മളെ അലട്ടുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യണം? കുളിമുറിയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി നീറ്റായിട്ടിടുക, വഴിക്ക് വീഴാതിരിക്കാനായിട്ട്. എവിടെയെങ്കിലും കോണി കയറുമ്പോഴോ നടക്കുമ്പോഴോ ഒക്കെ പ്രത്യേകം ഒരു ശ്രദ്ധയോടുകൂടി നടന്നു പോവുക. ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങളിൽ നിന്ന് മുക്തി ഉണ്ടാവും. വിദേശ സ്രോതസ്സുകളിൽ നിന്നൊക്കെ പണം, മക്കളൊക്കെ പുറത്തുണ്ടെങ്കിൽ, ഭർത്താക്കന്മാരൊക്കെ പുറത്തുണ്ടെങ്കിൽ വിദേശത്തു നിന്നൊക്കെ പണം അയക്കുമ്പോൾ അതൊക്കെ നമ്മളൊന്ന് വളരെ ശ്രദ്ധിച്ചൊന്ന് ചിലവാക്കുക. കൂടുതൽ അതങ്ങോട്ട് ചിലവാക്കിയിട്ട് നാളെ കിട്ടാതെ വരുമ്പോൾ കടം വാങ്ങേണ്ട സാഹചര്യങ്ങളൊന്നും വരുത്തി വയ്ക്കരുത്. ജൂലൈ മുതൽ നവംബർ വരെയുള്ള കാലങ്ങളിൽ രോഗപ്രതിരോധത്തിനായിട്ടൊക്കെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കുറയുന്നതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നല്ലതുപോലെ ഭക്ഷണവും വ്യായാമവും ഒക്കെ ചെയ്യുക. നല്ലതുപോലെ പ്രാർത്ഥനകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായിട്ട് പാലിക്കുക. അപ്പോൾ പൊതുവെ ഈ പറയുന്ന കാലഘട്ടത്തിൽ നമ്മൾ മേടം രാശിക്കാർ ശനി എന്ന് പറയുന്നതിന് കൂടുതലായിട്ട് നമുക്ക് ഗുണം ഉണ്ടാക്കാനായിട്ട് ശരീരവും മനസ്സും ഇരിക്കുന്ന സ്ഥലവും വീടും ചുറ്റുപാടും ഒക്കെ തയ്യാറാക്കി വളരെ സന്തോഷത്തോടു കൂടി ശനിയെ സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിക്കുമ്പോൾ ശനി നമ്മളിലേക്കുള്ള തരുന്ന ഊർജ്ജം, ശനി നോക്കുമ്പോൾ ഇവിടെയൊക്കെ മാലിന്യമാണ്, എന്നാൽ പിന്നെ അവിടെ നെഗറ്റീവ് കിടക്കട്ടെ എന്ന് വിചാരിക്കും. അതിന് പകരം അവിടെയൊക്കെ നല്ല പോസിറ്റീവ് ആണെങ്കിലോ ശനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ശനി നമ്മളെ വല്ലാതെ ദോഷം ചെയ്യാതെ ഉപേക്ഷിച്ച് അങ്ങ് പൊക്കോളും. അപ്പോൾ നമുക്ക് എന്ത് പറ്റും? വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്കൊരു വർഷം കടന്നു പോകാൻ സാധിക്കും. അങ്ങനെ ശനി നമ്മളെ നല്ല രീതിയിൽ തന്നെ ആവട്ടെ. അതുകൊണ്ട് പ്രാർത്ഥനയും ജീവിതത്തിൽ നല്ല രീതികളൊക്കെ എല്ലാവരും കൈവരിക്കുക. ഇടവം രാശി 2025 മാർച്ച് 29 ശനി മാറുമ്പോൾ, ശനി ഇവരുടെ 9, 10 ഭാവങ്ങളിൽ ഗുണകരമായിട്ടുള്ളൊരു ഗ്രഹമാണ് ഈ ശനി. ഇടവം രാശിക്കാർക്ക് ഇവർക്ക് ഈ ശനി 11ലേക്കാണ് ഗോചരം ചെയ്യുന്നത്. 11ലേക്ക് ഗോചരം ചെയ്യുന്ന ശനി ഇടവം രാശിക്കാർക്ക് വിവിധ തരത്തിലുള്ള ഗുണങ്ങളൊക്കെയാണ് കൊണ്ടുതരുന്നത്. ഗുണങ്ങളെന്ന് പറയുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ചില ദോഷങ്ങൾക്കൊക്കെ മാറ്റം വരും. തൊഴിലിലൊക്കെ ആണെങ്കിലും ചെറിയ ശമ്പള വർധനവോ അങ്ങനെയുള്ള കാര്യങ്ങൾ പൊതുവെ ഇവർക്ക് ഗുണങ്ങളൊക്കെ കൊണ്ടുതരുന്ന ഒരു മാറ്റമാണ് ശനി. 11 എന്ന് പറയുമ്പോൾ എല്ലാവരും സന്തോഷിക്കും. 11ാം ഭാവം ലാഭത്തിൻ്റെയാണ്. മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടാം. തൊഴിലിലെ മേലധികാരികളുമായിട്ട് വല്ല അപ്രീതിയൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ മാറി
മേലധികാരികളൊക്കെ ഇവരോട് കൂടുതൽ ഇഷ്ടത്തിലും സ്നേഹത്തിലൊക്കെ വസിക്കുക. പൊതുവെ ഈ ശനിമാറ്റം ജീവിതത്തിൻ്റെ ഒന്നിലധികം മേഖലകളിലൊക്കെ നിങ്ങൾക്ക് വിജയിക്കാനും വിജയം ഉറപ്പാക്കാനും ചെയ്യുന്ന പ്രവൃത്തിയിലുമൊക്കെ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം കൈവരിക്കാനും അതിൽ വിജയങ്ങളും ഒക്കെ നേടാനൊക്കെ സാധിക്കുന്ന ഒരു മാറ്റം തന്നെയാണ്. 11 എന്ന് പറയുന്നത് ലാഭസ്ഥാനം ആയതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാര്യത്തിലുമൊക്കെ വിദ്യാർത്ഥികൾക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇതുവരെ വിദ്യാഭ്യാസത്തിൽ അലസതയോ അല്ലെങ്കിൽ പരീക്ഷ എഴുതിയിട്ട് തോൽവിയൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതിൽ നിന്ന് വിജയമൊക്കെ പ്രതീക്ഷിക്കാം. എങ്കിലും ചില തടസ്സങ്ങൾ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടതായിട്ടൊക്കെ വന്നു ചേരുന്നുണ്ട്. സന്താനങ്ങളുടെ അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ ചില ആശങ്കകളൊക്കെ മാതാപിതാക്കൾക്ക് ഉണ്ടായേക്കാം. അവരുടെ പഠനപരമായിട്ടും അവരുടെ ആരോഗ്യകാര്യത്തിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ സഫലീകൃതമാവുന്ന ഒരു കാലഘട്ടമാണ് ഈ വരുന്ന ശനിയുടെ മാറ്റം എന്ന് പറയുന്ന ഇടവൻ രാശിക്ക്. ഉന്നത അധികാരികളുടെ പിന്തുണയിൽ നമ്മുടെ കരിയറിലെ സ്ഥാനക്കയറ്റത്തിനും അതുപോലെ തന്നെ പല മാറ്റങ്ങൾക്കുമൊക്കെ ഇത് സാധ്യമാകുന്നുണ്ട്. ഈ ശനിയുടെ ഒരു മാറ്റം ബിസിനസ്സുകാരായ ആളുകൾക്ക് കാര്യമായിട്ടുള്ള ഗണ്യമായിട്ടുള്ള ഒരു വിജയമൊക്കെ പ്രതീക്ഷിക്കാം. വലിയ സാമ്പത്തിക ലാഭം ഇല്ലെങ്കിലും ബിസിനസ് തന്നെ ഒരു ഉഷാറായൊരു രംഗത്തേക്കൊക്കെ വന്നു ചേരുന്നതാണ്. ദീർഘദൂര യാത്രകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാം. അത് കർമ്മരംഗവുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് അതിൽ നിന്ന് നേട്ടവും ഉയർച്ചയും ഒക്കെ വന്നു ചേരുന്നുണ്ട്. ഏത് കാര്യവും അച്ചടക്കത്തോടെയും ചിട്ടയോടും കൂടി നിങ്ങൾ പുലർത്തിക്കൊണ്ട് പോയാൽ ജീവിത രീതിയിൽ പുലർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ സാമ്പത്തിക രംഗത്തൊക്കെ നിങ്ങൾക്ക് ഉണർവുണ്ടാകുന്നതാണ്. പൊതുവിലെ രോഗശമനമൊക്കെ വന്നു ചേരാം. ഇതുവരെ ആരോഗ്യത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് പൊതുവെ ഒരു രോഗശമനമൊക്കെ ഉണ്ടാവാം. പൊതുവിൽ ഒരു ഉണർവിൻ്റെ ഒരു കാലഘട്ടം തന്നെയാണ് ശനിമാറ്റം കൊണ്ട് നിങ്ങൾക്ക് ഭവിക്കുന്നത്. ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് കുടുംബത്തിലൊക്കെ. ചില ജോലിയൊക്കെ പൂർത്തിയാക്കാനായിട്ട് പല കാര്യങ്ങളായിട്ട് ഇതിനു മുൻപ് പല തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് പലരിൽ നിന്നുള്ള സഹായം മൂലം അത് കംപ്ലീറ്റ് ആക്കാനും പൂർത്തീകരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. ദുർഗാദേവിയെ ഭജിക്കുന്നതും വെള്ളിയാഴ്ച ദിവസം ദുർഗാദേവിയെ ഭജിക്കുന്നതും വെളുത്ത പൂക്കൾ കൊണ്ട് പുഷ്പങ്ങളൊക്കെ കൊണ്ട് ദുർഗാദേവിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നതും ഒക്കെ ഈ ഇടവം രാശിക്കാർക്ക് വളരെ നല്ലതാണ്. കാര്യം ശനിയാണ്, ഗുണം ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കേണ്ട. വെള്ളിയാഴ്ച ദിവസം ദുർഗാദേവിയെ വെളുത്ത പൂക്കൾ കൊണ്ട് കൂടുതലായിട്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്താൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കിട്ടാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വന്ന് ഭവിക്കുന്നതാണ്. ഒപ്പം തന്നെ ജാതകത്തിലെ ദശാകാലമൊക്കെ നോക്കിയിട്ട് ദശാകാലത്തിൽ എന്തെങ്കിലും കൊച്ചു കൊച്ചു ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ മാറാനായിട്ട് പ്രാർത്ഥനകളോ ക്ഷേത്ര ദർശനമോ ഒക്കെ സ്ഥിരമാക്കുക. മിഥുനം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ 2025 മാർച്ച് 29 ശനി മാറ്റം ഇവർക്ക് 10 ഭാവത്തിലേക്കാണ്. 10 എന്ന് പറയുന്നത് കർമ്മഭാവമാണ്. ഇതിലേക്കാണ് അത് ഗോചരം ചെയ്യുന്നത്. ചാരവശാൽ 10ലേക്ക് ശനി പ്രവേശിക്കുമ്പോൾ അത് മിഥുനം രാശിയായി ഭാവാധിപൻ ബുധനാണ്. മിഥുനം രാശിയാണ്, ഭാവാധിപൻ ബുധനാണ്. അതുകൊണ്ട് ബുധൻ്റെ മിത്രമാണ് ശനി എന്നുള്ളത് കൊണ്ട് ഈ സംക്രമണം കുറേയേറെ അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് നിങ്ങൾക്ക് കൊണ്ടുതരുന്നത്. പ്രൊഫഷണൽ മേഖലയിൽ, അതുപോലെ എഞ്ചിനീയറിങ്, ഡോക്ടർ, അതുപോലെ തന്നെയുള്ള പ്രൊഫഷണൽ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ മികവ് പുലർത്താനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളും ഒക്കെ വന്നു ചേരുന്നതാണ്. ധാരാളം ജോലിഭാരം, വർക്ക് ലോഡ് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ സ്ട്രെസ്സൊക്കെ കൂടുന്നൊരു കാലഘട്ടമാണ്. കഠിനാധ്വാനമൊക്കെ ധാരാളമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരാം. സ്ഥിരോത്സാഹവും കഠിന പരിശ്രമവും മൂലം കർമ്മരംഗത്ത് വിജയം കൈവരിക്കാൻ കഴിയുന്നതാണ്. നല്ലതുപോലെ കഠിന പരിശ്രമം, അഹോരാത്രം പരിശ്രമിക്കേണ്ടതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നല്ല വിജയത്തിലെത്താനൊക്കെ ആയിട്ട് പേരും പ്രശസ്തിയൊക്കെ നിങ്ങളുടെ പ്രൊഫഷണൽ രംഗത്ത് നിങ്ങൾക്ക് കൈവരിക്കാനൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ് ഈ ശനിയുടെ ഒരു മാറ്റം എന്ന് പറയുന്ന കാലയളവ്. ചിലവുകളൊക്കെ നിയന്ത്രണാതീതമാകും. ഇതുപോലെ നിങ്ങൾക്ക് കടം വാങ്ങിയിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്ന പോലെയല്ല, വരവും ചിലവും ഒക്കെ നിങ്ങൾക്ക് ടാലി ആവുകയും ചിലവുകളൊക്കെ നിങ്ങൾക്ക് നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. കുടുംബജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ വന്ന് ഭവിക്കുന്നതാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അത് മുന്നോട്ട് പോകുന്നതാണ്. മാതാപിതാക്കളുടെയൊക്കെ ആരോഗ്യം വഷളാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യകാര്യത്തിലൊക്കെ നേരത്തെയൊക്കെ ഒരു പരിശോധനയൊക്കെ പൂർത്തീകരിച്ച് ശ്രദ്ധാപൂർവമൊക്കെ മുന്നോട്ട് പോവാം. പങ്കാളിയുമായിട്ട് നല്ല രമ്യതയിലൊക്കെ വർത്തിക്കാനും സ്നേഹത്തിലൊക്കെ പോകാനും ഒക്കെ ആയിട്ട് സാധിക്കും. അത് നിങ്ങളുടെ വിജയത്തിനുമൊക്കെ കാരണമാകുന്നതാണ്. കുടുംബത്തിൽ പങ്കാളിയുമായിട്ട് രമ്യതയിൽ വർത്തിക്കുന്നത് കൊണ്ട് പങ്കാളിയുമായിട്ടുള്ള ആ രമ്യത നിങ്ങളുടെ ബിസിനസ്സിനും വിജയത്തിനും ഒക്കെ കാരണമാകാം. മനസ്സിന് എവിടെ പോകുമ്പോഴും വീട്ടിലെപ്പോഴും വഴക്കും തമ്മിത്തലും പ്രശ്നമാണെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചിലപ്പോൾ വിജയിച്ചു എന്ന് വരില്ല. നമ്മുടെ മനസ്സൊക്കെ ചിലപ്പോൾ ഡൈവേർട്ട് ചെയ്ത് പോവാം.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും പങ്കാളിയുമായിട്ട് നല്ല രമ്യതയിലേക്ക് ആകുമ്പോൾ നമുക്ക് പുറത്തിറങ്ങുമ്പോൾ പൊതുവേ നമുക്ക് എല്ലാത്തിലും ഒരു സന്തോഷം ഉണ്ടാവാം, ഒരു അനുഭൂതി ഉണ്ടാവാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ വിജയിക്കുകയും അതിൽ നിന്ന് നമുക്ക് നേട്ടങ്ങളും സാമ്പത്തിക ലാഭവും ഒക്കെ ഉണ്ടാവുന്നതാണ്. പൊതുവെ കർമ്മരംഗത്ത് ഒരു പുത്തൻ ഉണർവ് കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പിന്തുടരുന്നത് മാത്രമല്ല, നിങ്ങളുടെ ഇപ്പോൾ ഉള്ള സ്ട്രാറ്റജിയൊക്കെ മാറ്റിയിട്ട്, ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഉള്ള സ്ട്രാറ്റജിയൊക്കെ മാറ്റി പുതിയ സ്ട്രാറ്റജിയൊക്കെ കൊണ്ടുവരികയും അത് പിന്തുടർന്ന് പോകുന്നതുമൊക്കെ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് സാധ്യമാകുന്നതാണ്. പൊതുവിൽ ആഗ്രഹങ്ങളൊക്കെ നിറവേറാനായിട്ട് സാഹചര്യങ്ങളൊക്കെ വന്നു ഭവിക്കുന്നുണ്ട്. ഈ കാലയളവ് ജീവിതത്തിലെ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നതാണ് ഈ ശനി. അതുകൊണ്ട് തന്നെ മനസ്സും ശരീരവും എല്ലാം തന്നെ ശനിയെ സ്വീകരിക്കാനായിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഇനി കുറച്ച് ദോഷങ്ങൾ പൊതുവിൽ വരുന്നുണ്ട് എങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞു, ശനിയെ നിങ്ങൾ സ്വീകരിക്കാനായിട്ട് നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ വൃത്തിയാക്കി വയ്ക്കുക. അതുപോലെ തന്നെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി വയ്ക്കുക. ഒരു 10 കൊല്ലത്തെ കച്ചറയൊക്കെ വീട്ടിൽ കൂട്ടിയിട്ടിട്ട് അതൊന്നും മാറ്റാതെ ശനി വരുമ്പോൾ എനിക്ക് ആകെ ദോഷമാണ്, ശനി വന്നിട്ട് എന്നെ കംപ്ലീറ്റ് നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയാതെ അതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി. എവിടെ മലിനതയുണ്ടോ അവിടെ ശനി ഒന്ന് വസിക്കും. നിങ്ങളുടെ ശരീരത്തിലാണ് മലിനതയെങ്കിൽ ശരീരത്തിൽ, മനസ്സിലാണ് മലിനതയെങ്കിൽ മനസ്സിൽ, വീട്ടിലാണെങ്കിൽ വീട്ടിൽ. അപ്പം ഭാര്യയ്ക്കും ഭർത്താവിനും ശനി ദോഷമുണ്ടെങ്കിൽ വീടും പരിസരവും നിങ്ങളുടെ ശരീരവും മനസ്സും ഒക്കെ വൃത്തിയാക്കി സൂക്ഷിച്ച് നല്ല ഭംഗിയായിട്ട് പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും സൽചിന്തകളും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഈ മാലിന്യം കടത്തിവിടാൻ ഇരിക്കാൻ ശ്രമിക്കേണ്ട. അങ്ങനെ അതിനുള്ള വഴി ഒരുക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ശനി നമ്മളെ ഇങ്ങനെ പിടിമുറുക്കി ചെയ്യുന്നതൊക്കെ ദോഷമായിട്ട് മാറും. അപ്പം അതുകൊണ്ട് എല്ലാ തരത്തിലും നമ്മൾ ശനിയെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ തയ്യാറാവുക. കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാർക്ക് ഈ ശനി 9ാം ഭാവത്തിലേക്കാണ് ഗോചരം ചെയ്യുന്നത്. 9ലേക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ നമ്മൾ കണ്ടകശനി, 8ൽ നിന്ന് കണ്ടകശനി വെല്ലുവിളി നിറഞ്ഞൊരു കാലമായിരുന്നു കർക്കിടകം രാശിക്കാർക്ക്. കഴിഞ്ഞ കുറേ കാലമായിട്ട് 7ലായിരുന്നു. 7ൽ നിന്ന് 8ലേക്കായി. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ചിലവർക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. ഇപ്പോൾ ശനി ഇതേ 9ലേക്ക് വന്നു. 9 കുഴപ്പമില്ലാത്തൊരു ഭാവമാണ്. എങ്കിൽ തന്നെയും ജാതകവശാലും നിങ്ങളുടെ പ്രവർത്തനവശാലും ഒക്കെ നമ്മൾ എങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത് എന്ന് നോക്കുക. അതിൽ നിന്ന് ഒരു അവസരോചിതമായ മാറ്റങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചാൽ 9ലെ ശനിയെ നമുക്ക് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാം. 9ലെ ശനി എന്ന് പറയുന്നത് വെല്ലുവിളി നിറഞ്ഞൊരു കാലഘട്ടം തന്നെയാണ്. എങ്കിലും തൊഴിൽ സംബന്ധമായിട്ടും ജോലി സംബന്ധമായിട്ടും ഒക്കെ ധാരാളം തടസ്സങ്ങളൊക്കെ നീങ്ങി നമുക്ക് അവിടെയൊക്കെ കുറേ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോഴേ നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട്, കഴിഞ്ഞ പ്രാവശ്യം ഒരു കമൻറ്റിൽ വായിച്ചു, ഇനി 45 ദിവസമുണ്ട്, ഈ 45 ദിവസം ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല എന്ന്. അങ്ങനെ പൊതുവെ എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക്, എങ്കിൽ 45 ദിവസം ഉണ്ടല്ലോ, ആ 45 ദിവസത്തെ ഞാൻ എങ്ങനെയെങ്കിലും നേരെയാക്കി എടുത്തിട്ട് ഇനി വരുന്ന ശനിമാറ്റം എനിക്ക് നല്ലതായിരിക്കണമെന്ന് ചിന്തിച്ച് നമ്മൾ പ്രവർത്തിക്കുകയായിരുന്നെങ്കിലോ. തമാശയിലൂടെ ആണെങ്കിൽ പോലും അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് വന്നു. നമ്മുടെ മനസ്സിനും ശരീരത്തിനും അത് ഉന്മേഷം തരുന്നതല്ല. അപ്പോൾ അതിനെ ഈ 45 ദിവസമെങ്കിലും നമ്മൾ എന്താണ്, നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല പ്രവൃത്തികൾ ചെയ്യുക. അതിനെ നമ്മുടെ മനസ്സും ശരീരവും കൂടി ഒരു തുറന്നിട്ട വാതിൽ പോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇടുക. നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല നല്ല കാര്യങ്ങൾ പറയാനും കേൾക്കാനുമായിട്ട് നമ്മൾ സമയം കണ്ടെത്തുക. തീർച്ചയായിട്ടും ബിസിനസ്സുമായിട്ട് നമ്മൾ ദൂരയാത്രകളൊക്കെ ധാരാളം ഈ കർക്കിടകം രാശിക്കാർക്ക് ചെയ്യേണ്ടി വരാം. എക്സാമൊക്കെ എഴുതിയിരിക്കുന്ന, മത്സര പരീക്ഷയൊക്കെ എഴുതിയിരിക്കുന്നവർക്കൊക്കെ ഒരു 99% നല്ല രീതിയിൽ നിങ്ങൾ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം. പങ്കാളിയുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വലിയ തെറ്റില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. കുടുംബത്തിൽ എന്തെങ്കിലും ഇഷ്ടപ്പെടുകളോ രസക്കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ണടച്ച് നല്ല സന്തോഷമായിട്ട് ഒരു കുടുംബാന്തരീക്ഷം നിങ്ങൾ അവിടെ സംജാതമാക്കാൻ ശ്രദ്ധിക്കാം. തെറ്റില്ലാതെ പോകുന്നൊരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത്. ഒരുമിച്ചുള്ള പങ്കാളിയുമായിട്ടുള്ള ജീവിതത്തിൽ അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെക്കാം. ധാരാളം യാത്രകളൊക്കെ ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് പങ്കാളിയുമായിട്ടുള്ള യാത്രകളാണ് കൂടുതൽ ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് നിങ്ങളുടെ ദാമ്പത്യമൊക്കെ സുദൃഢമാകുന്നതാണ്. ഇതുവരെ ചില കാര്യങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് വഴക്കിട്ടൊക്കെ പോയിരുന്നവർ ഇനിയിപ്പോൾ പങ്കാളിയുമായിട്ടൊക്കെ വിനോദയാത്രകളോ വിദേശയാത്രകളോ അതുപോലെ ബിസിനസ് യാത്രകളൊക്കെ ഒരുമിച്ച് പങ്കാളിയുമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ദാമ്പത്യത്തിൽ സുദൃഢമായിട്ടുള്ളൊരു ബന്ധം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങളൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിൽ സന്തോഷപരമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചകൾ വന്നു ചേരും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പുനർവിവാഹമൊക്കെ കാത്തിരിക്കുന്നവർക്ക് പുനർവിവാഹവും നടക്കാം. പുനർവിവാഹത്തിനുള്ള സാഹചര്യങ്ങളൊക്കെ തെളിഞ്ഞു വരാം. ബിസിനസ്സുകളൊക്കെ വിപുലമായിട്ട് ആരംഭിക്കാനും കൂട്ടു ബിസിനസ്സുകളൊക്കെ തുടങ്ങാനും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ്.
കാലങ്ങളായിട്ട് കിട്ടാതിരുന്ന പണം, കുറേ കാലമായിട്ട് നഷ്ടപ്പെട്ട് കിട്ടാതിരുന്ന പണം, കടം കൊടുത്തതോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മുടങ്ങിക്കിടന്നിട്ട് കിട്ടാതിരുന്ന പണമൊക്കെ നിങ്ങൾക്ക് കൈവശം വന്ന് ചേരുന്നതാണ്. ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് കൊണ്ട് നല്ല വൈദ്യ ചികിത്സയൊക്കെ നേടുന്നതൊക്കെ നന്നായിരിക്കും. അതിലൊക്കെ ജാഗ്രത പുലർത്തുക. ചെറിയതായിട്ട് അസുഖമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ടൊന്ന് നേരത്തെയുള്ള അസുഖം മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്ന് പോയിട്ട് ഡയഗ്നോസിസ് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് അതിന് വേണ്ട മരുന്നൊക്കെ കഴിച്ച് വളരെ സന്തോഷമായിട്ടിരുന്നാൽ ചിലപ്പോൾ അസുഖമൊക്കെ അങ്ങോട്ട് മാറിക്കോളും. നവംബർ മാസം മുതൽ പുതിയ സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായിട്ട് വരുന്നതാണ്. ശനിയുടെ സ്വാധീനം മൂലം ശത്രുദോഷങ്ങളൊക്കെ കുറയുന്നതാണ്. കർമ്മരംഗത്ത് വരുമാനമൊക്കെ വർദ്ധിക്കുന്നു. ആഗ്രഹങ്ങളൊക്കെ വിപുലമാക്കാനും സഫലമാക്കാനും ഒക്കെ ആയിട്ട് കഠിനമായിട്ടുള്ള പരിശ്രമമൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. ഓഹരിയിൽ ഊഹക്കച്ചവടത്തിലൊക്കെ ലാഭം പ്രതീക്ഷിക്കാം. പിതാവിൻ്റെ ആരോഗ്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുക. അല്ലെങ്കിൽ പിതാവിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ആശുപത്രി വാസമൊക്കെ ചിലപ്പോൾ നേരിടേണ്ടതായിട്ട് വന്നേക്കാം. ആശുപത്രി വാസം മൂലം ചിലപ്പോൾ പണച്ചിലവുമൊക്കെ നിങ്ങൾക്ക് വന്നു ഭവിക്കാം. അതുകൊണ്ട് തന്നെ കൂടുതൽ ഗുണഗണങ്ങൾ കിട്ടാനായിട്ട് ഈ കർക്കിടകം രാശിക്കാർ ശനിയാഴ്ച ദിവസം ശാസ്താവിനെ ഭജിക്കുക. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിലേക്ക് കൂടുതൽ നല്ല നല്ല എനർജി കൺവേർട്ട് ചെയ്യാനായിട്ട്, എനർജി വരാനായിട്ട് മെഡിറ്റേഷൻസും ഒക്കെ സ്ഥിരമായിട്ട് പാലിക്കുക. ക്ഷേത്ര ദർശനം സാധിക്കുമെങ്കിൽ അതും കൂടെ നിങ്ങൾ നല്ല രീതിയിൽ എവിടെയൊക്കെയാണോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന അവസരങ്ങൾ, ആ പോസിറ്റീവിലേക്കും കൂടുതൽ സത്കർമ്മങ്ങളിലേക്കും ഒക്കെ നിങ്ങൾ ഇറങ്ങുക. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ ശനിയുടെ ഒരു മാറ്റം കൊണ്ട് തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത്ഭുതപൂർവമായ മാറ്റങ്ങളായിരിക്കും. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം ഈ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ശനിയുടെ ഗോചരം 8ലേക്കാണ്. അഷ്ടമത്തിലെ ശനി, ഇപ്പോൾ ഇവർക്ക് 7ലാണ് ശനി. 7ൽ നിന്ന് ശനി മീനം രാശിയിലേക്ക് ഗോചരം ചെയ്യുമ്പോൾ അഷ്ടമത്തിലേക്കാണ്. 8 എന്ന് പറയുന്നത് പൊതുവെ നമുക്ക് ഒരു മോശം രാശിയായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത്. ദോഷഫലങ്ങളാണ്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മോശം 7ൽ നിന്നപ്പോൾ മോശമായിരുന്നു. ഇപ്പോൾ 8ലേക്ക് വരുമ്പോൾ വീണ്ടും രോഗപ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പൊതുവിൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കൂടുതൽ നമുക്ക് ബാധിക്കുന്നത്. ഇനി ശനിയുടേതായ രീതിയിൽ ഓരോ രാശി സഞ്ചരിക്കുകയും ആ രാശിയിൽ നിന്ന് അത് അടുത്ത രാശിയിലേക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ശനിയെ നമ്മൾ പേടിക്കേണ്ട എന്ന് ചോദിച്ചാൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശനി നമ്മളെ അങ്ങനെ അങ്ങോട്ട് ക്രൂരഗ്രഹമാണ് എന്ന് വിചാരിച്ച് കൊല്ലാനൊന്നും വരുമൊന്നുമില്ല. മറിച്ച് നമ്മൾക്ക് ഓരോ രാശി നിൽക്കുമ്പോഴും അത് ശനി, 7ര ശനി, അഷ്ടമശനി, കണ്ടകശനി എന്ന സ്ഥാനങ്ങളിലായതുകൊണ്ട് നമുക്ക് ആ ശനിയെ നമ്മൾ സ്വീകരിക്കുന്ന രീതിയിലാണ് വ്യത്യാസം പുലർത്തേണ്ടത്. നമ്മുടെ മനസ്സിനും ശരീരത്തിനും എപ്പോഴും ഉണർവുണ്ടാവുകയും അത് പെട്ടെന്നൊരു ദിവസം ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് മങ്ങുമ്പോൾ അത് ശനിയുടെ കുഴപ്പമല്ല. മറിച്ച് ശനി അവിടെ നമുക്ക് ദോഷം ചെയ്യാതിരിക്കാനായിട്ട് നമ്മൾ വിജിലൻ്റ് ആയിരിക്കുക. അപ്പോൾ അഷ്ടമത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ ചിങ്ങൻ രാശിക്കാർക്ക് രോഗദുരിതങ്ങൾ ഉണ്ടാകും, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് വയ്ക്കുമ്പോൾ നമ്മൾ അങ്ങനെ ആരോഗ്യത്തിൽ വ്യത്യാസങ്ങൾ വന്നു കഴിയുമ്പോൾ അത് കൂടുതലായിട്ട് ഭവിഷ്യത്തുണ്ടാക്കുന്നതിന് മുൻപ് അതിന് വേണ്ട രീതിയിലുള്ള ചികിത്സകളൊക്കെ നോക്കുകയും ആ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും മന്ത്രവും അതുപോലെ തന്നെ ചികിത്സയും വൈദ്യവും എല്ലാം ആയിട്ട് മുന്നോട്ട് പോയി കഴിയുമ്പോൾ കുറേയേറെ നമുക്ക് സന്തോഷപ്രദമായിട്ടുള്ളൊരു കാലഘട്ടമാണ് കടന്നു പോവുക. പ്രത്യേകിച്ച് വാതരോഗങ്ങളൊക്കെ ഉള്ളവർക്ക് വാതരോഗങ്ങളൊക്കെ കൂടാം, കൈകാലുകൾ വേദനകളൊക്കെ കൂടാം. അപ്പോൾ അങ്ങനെ വാതരോഗങ്ങൾക്കൊക്കെ ചികിത്സയിലിരിക്കുന്നവരാണെങ്കിൽ ആ ചികിത്സകൾ ഒന്നുകൂടെ ഒന്ന് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. അതുപോലെ അതിന് സാധ്യതകളുണ്ടാകുന്ന ആ തലങ്ങളൊക്കെ ഒന്ന് മാറുക. അപ്പോൾ ആരോഗ്യകാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ വയ്ക്കുന്നത് ചിങ്ങൻ രാശിക്കാർക്ക് നല്ലതായിരിക്കും. വിട്ടുമാറാത്തൊരു രോഗത്തിൻ്റെ ആരംഭം എന്നോണം നമ്മളെ പലതിലും ബുദ്ധിമുട്ടിക്കുന്നതാണ്. ചിലവർക്ക് ഹൃദയ സംബന്ധമായിട്ടൊക്കെ നേരത്തെ രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, ചിലവർക്ക് അതുമൊക്കെ വന്നു വരാം. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരു മുന്നറിയിപ്പ് എന്നോണം ഇപ്പം തന്നെ അതിൻ്റെ ഒരു പരിശോധനകളൊക്കെ നടത്തുക. അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതിനിപ്പോഴേ പരിശോധനയൊക്കെ നടത്തി ചികിത്സകളൊക്കെ ആയിട്ടിരിക്കുക. ചെറിയ തോതിലുള്ള മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കതിനൊക്കെ ഒരു ആശ്വാസം കിട്ടാം. അതിനെ ഒന്നും അവഗണിക്കാതിരിക്കുന്നത് നന്നായിരിക്കും. കടങ്ങളൊക്കെ ലയബിലിറ്റികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബാങ്ക് ലോണുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാനൊക്കെയുള്ള സാധ്യതകളൊക്കെ നിങ്ങൾക്ക് വന്നുപെടാം. അതുപോലെ തന്നെ കുടിശ്ശികയായിട്ടുള്ള വായ്പകളൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കാനൊക്കെ ആയിട്ടുള്ള ശ്രമകരമായ പല പ്രവൃത്തികളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാനൊക്കെ സാധിക്കുന്നതാണ്. നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയൊക്കെ വന്നു ചേരാം. അപ്രതീക്ഷിതമായിട്ടുള്ള പല വെല്ലുവിളികളെയും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നു ചേരുന്നുണ്ട്. വിദേശ യാത്രകളൊക്കെ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ വിദേശത്ത് ഇതിനു മുമ്പ് പോയിട്ട് തിരിച്ചു വന്നിട്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ വിചാരിക്കുന്നവർക്കൊക്കെ അതിനൊക്കെ സാധ്യമാകുന്നുണ്ട്. ഇൻലോസുമായിട്ടൊക്കെ ചില വഴക്കുകളൊക്കെ വന്നു ചേരാം. അതുകൊണ്ട് അവരുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ ഉലച്ചിൽ തട്ടാതിരിക്കാനൊക്കെ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും
നിങ്ങളുടെ മനോബലം കൊണ്ട് അതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെന്ത് വേണം? ആരോഗ്യം വേണം. ആരോഗ്യം നല്ല രീതിയിൽ, പ്രത്യേകിച്ച് മധ്യപ്രായം കഴിഞ്ഞവർക്കൊക്കെ നല്ല രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. കൈകാലുകൾ വേദനകൾ, സംബന്ധമായ രോഗങ്ങളൊക്കെ കൂടാം. അപ്പോൾ അതിനൊക്കെ നല്ല ചികിത്സകളൊക്കെ എടുത്ത് മെഡിറ്റേഷൻസും യോഗയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യമൊക്കെ നല്ല രീതിയിലൊരു കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ നമുക്കിപ്പുറത്ത് നമ്മുടെ കർമ്മരംഗമൊക്കെ ഉഷാറാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഉത്സാഹത്തോടെ ആത്മവിശ്വാസത്തോടെ നമുക്ക് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നല്ല രീതിയിലൊക്കെ വിജയം കൈവരിക്കാൻ കഴിയുന്ന ഒരു കാലം തന്നെയാണ്. അഷ്ടമത്തിലാണ് ശനി എന്ന് വിചാരിച്ചാൽ മനസ്സിനും ശരീരത്തിനും നല്ല ആത്മവിശ്വാസവും ബലവും ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനേയും നേരിടാനായിട്ട് ശനി നമ്മളെ സഹായിക്കും. കർമ്മരംഗത്ത് ഉയർച്ചയും താഴ്ചയും വന്നു ചേരുന്നൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതിയിലൊക്കെ സ്റ്റെബിലിറ്റി ചിലപ്പോൾ ഉണ്ടായി എന്ന് വരുന്നതല്ല, ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നിയന്ത്രിക്കേണ്ടത്? നമ്മൾ തന്നെ അതിനൊരു ബഡ്ജറ്റൊക്കെ ഉണ്ടാക്കി വയ്ക്കുക, നമ്മൾ തന്നെ അതിനൊരു രൂപരേഖയൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. ജൂലൈ മുതൽ നവംബർ മാസങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് പൊതുവെ നന്നായിരിക്കും. ഈ വരുന്ന ജൂലൈ നവംബർ മാസങ്ങളിലൊക്കെ ആരോഗ്യകാര്യത്തിലാണെങ്കിലും സാമ്പത്തിക കാര്യത്തിലാണെങ്കിലും കുടുംബരംഗത്തൊക്കെ ആണെങ്കിലും അപ്പോൾ ആ സമയങ്ങളിൽ മുൻപ് നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് കൂടുതലായിട്ട് ഈശ്വരാധീനമൊക്കെ ഉണ്ടാക്കുക. കൂടുതലായിട്ട് കാര്യങ്ങൾ വഷളാവുന്നു തോന്നുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് നല്ലതിലേക്ക് എത്തിക്കുക. പ്രത്യേകിച്ച് നമ്മൾ എല്ലാ കാര്യത്തിലും ഒരു വിജിലൻ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മുടെ കർമ്മരംഗത്തും ജോലിക്കും ഒക്കെ പോകാനും. ചിലവർ പറയും എനിക്ക് തീരെ വയ്യ, അതുകൊണ്ട് ജോലിക്ക് പോകാനൊന്നും എനിക്ക് തീരെ പറ്റണില്ല, ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. അപ്പോൾ നമുക്ക് സാമ്പത്തിക പ്രശ്നം വരും. ജോലിക്ക് പോവുകയില്ല, ആരോഗ്യ പ്രശ്നമാണെന്ന് പറഞ്ഞ് വീട്ടിൽ കയറി ഇരിക്കുമ്പോൾ സാമ്പത്തിക പ്രശ്നം കൂടും. അപ്പോൾ അതിനേക്കാൾ നല്ലതായിട്ട് നമ്മൾ വല്ല യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുക, മനസ്സിനൊക്കെ നല്ല ബലം കൊടുക്കുക. എനിക്കൊന്നും ഉണ്ടാവില്ല, ഞാൻ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ നേരിടും എന്നൊരു ആത്മബലം കൊടുത്തിട്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ അഷ്ടമത്തിൽ ശനി നമ്മളെ ബാധിക്കാതെ ചിങ്ങൻ രാശിക്കാർക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു മാറ്റം തന്നെയാണ് ശനി കൊണ്ടുവരുന്നത്. കന്നിരാശിയിൽ ശനി നമുക്കിപ്പോൾ കന്നിരാശിക്കാർക്ക് 7ലേക്കാണ് ഗോചരം ചെയ്യുന്നത്. ചാരവശാൽ ഇവർക്ക് ശനി 7 എന്ന് പറയുമ്പോൾ 7 എന്ന് പറയുന്നത് കണ്ടകശനിയുടെ കാലമാണ്, കളത്രഭാവമാണ് 7. എങ്കിലും വൃദ്ധയായ സ്ത്രീകൾ മൂലമൊക്കെ ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ വൃദ്ധയായ സ്ത്രീകൾ മൂലമുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നുപെടാം. സ്ത്രീകൾ മൂലം ഏതെങ്കിലും തരത്തിലുള്ള അപമാന കേസുകളോ ഒക്കെയാണ് സാധാരണ 7 എന്ന് പറയുന്ന ഭാവത്തിൽ വരുന്നത്. 7ൽ ശനി സഞ്ചരിക്കുന്ന കാലം അത്ര ദോഷമല്ല എങ്കിലും പൊതുവിൽ നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ചെറിയ ദോഷാനുഭവങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ഇടപെടുന്ന തലങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നതും, ബിസിനസ് തലത്തിലാണെങ്കിലും കർമ്മരംഗത്തൊക്കെ ആണെങ്കിലും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നതൊക്കെ ഒന്ന് നന്നായിരിക്കും. 7ലെ ശനി കന്നിരാശിക്കാർക്ക് ദീർഘകാല പദ്ധതികളൊക്കെ നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ അതിൽ പങ്കാളികളായിട്ടുള്ള ആളുകളെയൊക്കെ ഒന്ന് വിലയിരുത്തുന്നതൊക്കെ പൊതുവേ നല്ലതാണ്. പങ്കാളിത്ത ബിസിനസ്സും ഒക്കെ ആരംഭിക്കാൻ തീരുമാനിക്കുകയും അതിലേക്ക് നമ്മൾ ഇറങ്ങുകയും പണം ഇൻവെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ പങ്കാളികളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അതിൽ ഉൾപ്പെടുന്ന ആളുകളെയൊക്കെ നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നതൊക്കെ 7ൽ ശനി നിൽക്കുന്നവർക്ക് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് വിവാഹമൊക്കെ ഇതുവരെ പ്രണയബദ്ധരായിട്ടുള്ള ആളുകൾ വിവാഹം നടക്കാനൊക്കെ ആയിട്ട് പല കാര്യങ്ങളും തയ്യാറെടുത്തെങ്കിലും ആ വിവാഹമൊക്കെ നടക്കാൻ തടസ്സമൊക്കെ വരാം. വിവാഹം നടക്കാൻ താമസം വരാം. ശക്തമായ പ്രണയത്തിലാണോ നിങ്ങൾ എങ്കിൽ വിവാഹബന്ധത്തിൽ അത് എത്തിച്ചേരുന്നതിന് മുൻപ് ചെറിയ ഒരു ബ്ലോക്ക്, അതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഒരു ചെറിയ ബ്ലോക്കൊക്കെ 7ലെ ശനി ചിലപ്പോൾ കൊണ്ടുവരാം. പങ്കാളികളുമായിട്ട് കുടുംബത്തിൽ തന്നെയാണെങ്കിലും പങ്കാളികളുമൊക്കെ ആയിട്ട് ചിലപ്പോൾ ചില വാക്ക് തർക്കങ്ങളോ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാം. 7ലെ ശനി ചിലപ്പോൾ അറിയാതെ തന്നെ അതിലേക്കൊക്കെ എത്തിപ്പെടാം. വിവാഹം, ബിസിനസ് ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പങ്കാളികളുമായിട്ടാണ് വലിയ പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുന്നത്. അദൃശ്യങ്ങളൊക്കെ അദൃശ്യമായിട്ടുള്ള ചില സംഗതികളൊക്കെ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാം. ചിലപ്പോൾ അജ്ഞാത ശത്രുക്കൾ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നുപെടാം. അതുപോലെ തന്നെ ആഗ്രഹങ്ങളൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മുന്നേറാനായിട്ട് ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാനായിട്ടൊക്കെ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ബ്ലോക്കുകളൊക്കെ വന്നുപെടാം. വിഘ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. ബാങ്കുകളൊക്കെ ചിലപ്പോൾ നിങ്ങളെ ലോണിനൊക്കെ നിങ്ങൾ സമീപിക്കുമ്പോൾ ബാങ്കുകളിൽ നിങ്ങൾ പണി തീരാത്ത വീടിന് വേണ്ടിയിട്ട് ബാങ്കിൽ ലോണിനൊക്കെ ചിലപ്പോൾ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് പണം കിട്ടാനൊക്കെ തടസ്സം നേരിടാം. പൊതുവേ നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ വന്നുപെടുമെങ്കിലും വർഷമധ്യത്തോടു കൂടി നിങ്ങളുടെ ആത്മവിശ്വാസം കൊണ്ട് അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്ത് പോകാനായിട്ടൊക്കെ സാധിക്കുന്നതാണ്. ആവശ്യങ്ങളൊക്കെ നിറവേറാനായിട്ട് പല തലത്തിലും പലരെയും നമ്മൾ ആശ്രയിക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. വായ്പയൊക്കെ എടുത്ത് പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ
വായ്പ തുക ഉദ്ദേശിച്ച തരത്തിൽ വായ്പാ തുകയൊന്നും ചിലപ്പോൾ കിട്ടാതെ വരാം. MSME പോലെയുള്ള ചെറുകിട ബിസിനസ്സുകളൊക്കെ നേരത്തെ നടത്തിയിരുന്നവർക്കൊക്കെ ഈ സമയത്ത് പങ്കാളികളുമായിട്ടൊക്കെ ചിലപ്പോൾ സ്വരച്ചേർച്ചകളൊക്കെ ഉണ്ടാകാം. അതൊക്കെ ചിലപ്പോൾ ഫലപ്രദമാകാതെയൊക്കെ പോകാം. അതുകൊണ്ട് തന്നെ നല്ലൊരു ബന്ധം പുലർത്തുന്നത്, അതിന് പറ്റുമെങ്കിൽ മാനസിക സ്ഥിതിയൊക്കെ ബിസിനസ് പങ്കാളികളായിട്ടൊക്കെ നമ്മൾ നല്ല ബന്ധം പുലർത്തണമെങ്കിൽ അവരുമായിട്ട് വലിയ സ്വരച്ചേർച്ചയിൽ രമ്യതയിലൊക്കെ തീരണമെങ്കിൽ നമുക്ക് എന്തായിരിക്കണം, നമ്മുടെ മനസ്സിനൊക്കെ നല്ല ഒരു ഉണർവും ഉന്മേഷമൊക്കെ ഉണ്ടാവണം. അപ്പോൾ പൊതുവിൽ അതൊക്കെ ഉണർവും ഉന്മേഷമൊക്കെ ആക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പങ്കാളികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. യാത്രകൾ പലതും അസ്ഥാനത്താകും. പല കാര്യങ്ങളും ചിന്തിച്ച് യാത്രയ്ക്കൊക്കെ തയ്യാറെടുക്കുമെങ്കിലും അതൊക്കെ അസ്ഥാനത്താകുന്നതാണ്. അപ്പം അതുകൊണ്ട് എല്ലാ തരത്തിലും നമ്മൾ ശനിയെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാൻ തയ്യാറാവുക. തുലാം രാശിക്കാർക്ക് 2025 മാർച്ച് 29 ശനി മാറുമ്പോൾ 6ലേക്ക് മാറുന്ന ശനി, പൊതുവെ 6 എന്ന് പറയുന്നത് ശത്രുഭാവമാണ്. 6ലെ ശനി എന്ന് പറയുന്നത് പൊതുവെ ശത്രുക്കളെ ജയിക്കാനോ ഇതിനു മുൻപുണ്ടായിരുന്ന ശത്രുക്കളെയൊക്കെ തോൽപ്പിക്കാനും ശത്രുശല്യമൊക്കെ പൊതുവെ കുറഞ്ഞിരിക്കുന്നൊരു കാലഘട്ടമാണ്. നേരത്തെ നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ നിങ്ങളെ ശല്യം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ പൊതുവെ ഒന്ന് ഒതുങ്ങി അടങ്ങിയിരിക്കുകയൊക്കെ ചെയ്യും. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്നതാണ്. അഥവാ ഇനി ഏതെങ്കിലും ശത്രുക്കളൊക്കെ നിങ്ങളെ വന്ന് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് 6ലെ ശനി പൊതുവെ ശത്രുക്കളായിട്ട് നേരത്തെ നിങ്ങളെ ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഒഴിവാക്കി വിടാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രചോദനമൊക്കെ കൈവരിക്കാൻ സാധിക്കുന്നതാണ്. പ്രൊഫഷണൽ മേഖലയിലൊക്കെ മെച്ചപ്പെട്ട ഒരു സ്വാധീനവും ഉയർച്ചയൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാം. പ്രൊഫഷണൽ രംഗത്തുമൊക്കെ പ്രവർത്തിച്ചിരുന്നവർക്ക്, വലിയ ഉയർച്ചയൊന്നും ഉണ്ടാവാതിരുന്നവർക്ക് നല്ല തലത്തിൽ ഒക്കെ മാറാനൊക്കെ സാധിക്കുന്നതാണ്. കർമ്മരംഗത്ത് കഠിന പരിശ്രമം ചെയ്യുകയാണെങ്കിൽ നല്ല ഒരു നേട്ടം തന്നെ ഈ ഒരു വർഷം കൈവരിക്കാൻ സാധിക്കും. അഹോരാത്രം നിങ്ങൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടാണെങ്കിലും പൊതുരംഗത്തൊക്കെ ആയിട്ടാണെങ്കിലും നല്ലൊരു ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ്. ജാതകവശാൽ നിങ്ങൾക്ക് നല്ല ദശാകാലമാണ്, അന്തർദശാകാലമൊക്കെ നല്ലതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മബലവും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ നല്ല രീതിയിലുള്ളൊരു നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ശനിമാറ്റത്തോടു കൂടി നേടിയെടുക്കാൻ കഴിയുന്നതാണ്. നല്ല വിജയത്തിൽ തന്നെ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇനി വരാൻ പോകുന്ന ശനിയുടെ ഒരു മാറ്റം. ഏത് നല്ല സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുകയും ചിലപ്പോൾ പുരസ്കാരങ്ങളോ അവാർഡുകളൊക്കെ പോലെയുള്ളതൊക്കെ കലാകായിക രംഗത്ത്, സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. വിവാഹമൊക്കെ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനൊക്കെയുള്ള ഒരു കാലമൊക്കെ ചാരവശാലൊക്കെ തെളിയുന്നുണ്ട്. മത്സരരംഗത്ത് അതിജീവിക്കാനൊക്കെ സാധിക്കുന്നതാണ്. അലസതയോ മടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ച് കർമ്മോത്സാഹരായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ നല്ലൊരു നേട്ടത്തിൽ തന്നെ നിങ്ങളുടെ കർമ്മരംഗം എത്തിപ്പെടുന്നതാണ്. പൈതൃക സ്വത്തുക്കൾ നിങ്ങൾക്ക് അനുഭവയോഗ്യമാവാനായിട്ട് ചിലപ്പോൾ തർക്കങ്ങളിലൊക്കെ ഇടപെടേണ്ടതായിട്ട് വരാം. കേസ്, വ്യവഹാരം, കോടതി ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അനുകൂലമാവുന്നൊരു കാലയളവാണ്. ബന്ധുക്കളുമായിട്ട് നിങ്ങൾ സ്വത്ത് തർക്കത്തിനൊന്നും പോവാതിരിക്കുന്ന നന്നായിരിക്കും. കാരണം പൊതുവേ ചിലപ്പോൾ തർക്കത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് അനുകൂലമാവണമെങ്കിൽ കാലങ്ങൾ പിടിക്കും. അതുകൊണ്ട് തന്നെ സ്വത്ത് തർക്കത്തിലൊക്കെ ഇടപെടാതിരിക്കുന്നത് തന്നെയാണ് നിങ്ങൾക്ക് മാനസികമായിട്ട് നല്ലത്. കലഹങ്ങളിലൊക്കെ കൂടുതൽ ഇടപെടേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നുപെടാം. അപ്പോൾ അവിടെയൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ശത്രുക്കൾ തന്നെ നിങ്ങളെ പിന്നെയും ബുദ്ധിമുട്ടിക്കാൻ വരും. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് ശത്രുദോഷം ഉണ്ടാവാതിരിക്കുന്നതിന് ഈ ഒരു കാലഘട്ടം നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ശത്രുദോഷം നല്ലതുപോലെ വരാതിരിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അവർ തടസ്സം വയ്ക്കുക. അപ്പോൾ പ്രവർത്തനങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശത്രുക്കളെയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും. സ്ഥിരോത്സാഹം വിടാതെ തന്നെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാക്കുന്നതാണ്. ഈ ഒരു വർഷമധ്യത്തോടു കൂടി നിങ്ങൾക്ക്, അതായത് ഈ ഒരു വർഷം കഴിഞ്ഞ 2025 ഒരു വർഷമധ്യത്തോടു കൂടി കർമ്മരംഗത്ത് അത്ഭുതപൂർവമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കൊക്കെ മത്സര പരീക്ഷകളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. പൊതുവെ ആരോഗ്യപരമായിട്ട് ധാരാളം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരാം. അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ ജാഗ്രത പുലർത്തുക. നന്നായിരിക്കുന്ന ഒരു വർഷം തന്നെയാണ് എങ്കിലും നവംബർ മാസത്തിന് ശേഷം, ഈ വരുന്ന നവംബർ മാസത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ മെച്ചപ്പെടാനായിട്ട് നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുകയും ആത്മവിശ്വാസവും കർമ്മോത്സാഹതയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല നല്ല നേട്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ശനിയുടെ മാറ്റത്തോടു കൂടി കൈവരിക്കാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഈ ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീരാഞ്ജനം, അതുപോലെ ശാസ്താക്ഷേത്ര ദർശനമൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. വൃശ്ചികം രാശിക്കാർക്ക് ശനി ഇപ്പോൾ ഗോചരം ചെയ്യുന്നത് 7, 11 ഭാവങ്ങളിലാണ് ഇവർക്ക് ശനി ഗുണം ചെയ്യുന്നത്. എങ്കിലും ഇവർക്കിപ്പോൾ സ്വാധീനം ചെലുത്തുന്ന ശനി പ്രണയകർത്താക്കളായിട്ടുള്ള ആളുകൾക്ക്, കമിതാക്കൾക്ക് ഇത് ഗുണം ചെയ്യുന്ന ഒരു ശനിമാറ്റം തന്നെയാണ്. പ്രണയകർത്താക്കളായിട്ടുള്ള ആളുകൾക്ക്
ഈ ശനി 5ലേക്ക് മാറുന്ന വൃശ്ചികം രാശിക്കാരുടെ ശനി ഗുണം ചെയ്യുന്നതാണ്. പൊതുവെ പ്രബലരായിട്ടുള്ള ആളുകളുടെ, അതായത് ഉന്നതരായിട്ട് നല്ല ശക്തരായിട്ടുള്ള ആളുകളുടെയൊക്കെ ഒരു സഹായം കൊണ്ട് ഇവരുടെ കർമ്മരംഗമൊക്കെ ശക്തിപ്പെടുകയും അവിടെ പല മാറ്റങ്ങളൊക്കെ ആവിഷ്കരിക്കാനൊക്കെ ആയിട്ട് 5ലെ ശനി ഇവരെ സഹായിക്കുന്നതാണ്. പ്രിയപ്പെട്ടവർക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ ആയിട്ട് ഈ ശനി ഇവരെ സഹായിക്കും. അടക്കും ചിട്ടയും ഒക്കെ ആയിട്ട് പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതും, അതുപോലെ തന്നെ കുടുംബാംഗങ്ങളും ബന്ധുക്കളൊക്കെ ആയിട്ട് അടുക്കാനും, നേരത്തെ പിണങ്ങി പിരിഞ്ഞിരുന്ന ആ ഒരു പങ്കാളിയുമായിട്ടൊക്കെ കൂടുതൽ രമ്യതയിൽ വർത്തിക്കാനും അവരുമായിട്ട് കൂടുതൽ അടുക്കാനും കുടുംബ ബന്ധങ്ങളൊക്കെ സുദൃഢമാക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആഗ്രഹിച്ച വിവാഹമൊക്കെ നേരത്തെ നടക്കുമെന്ന് വിചാരിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള ആഗ്രഹിച്ച വിവാഹമൊക്കെ നടക്കുന്നതാണ്. ഇഷ്ടപ്പെട്ട വ്യക്തിയൊക്കെ വിവാഹം കഴിക്കാനായിട്ട് ഒരുപാട് തീവ്രമായിട്ട് ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനൊക്കെയുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. പൊതുവെ തൊഴിലിൽ നല്ല വിജയമൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ശനിമാറ്റമാണ് ഈ 5 കൊണ്ട് പ്രതീക്ഷിക്കാവുന്നത്. വരാൻ പോകുന്ന നവംബർ മാസത്തോടു കൂടി തൊഴിൽ രംഗം മാറേണ്ടി വരുന്നതും, തൊഴിൽ രംഗത്ത് ചില പുതിയ ഗണ്യമായ മാറ്റങ്ങളൊക്കെ വരിക, സ്ഥാനഭ്രംശമൊക്കെ സംഭവിക്കാം. തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. കാരണം ചില കാരണങ്ങൾ കൊണ്ട്, നിങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ടൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പുതിയൊരു തൊഴിൽ കിട്ടാനൊക്കെ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഉള്ള തൊഴിൽ നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കാം. ശനിയുടെ മാറ്റം ചിലപ്പോൾ തൊഴിൽ നഷ്ടപ്പെടാനൊക്കെ ചിലപ്പോൾ സാധ്യതകളൊക്കെ വരുത്തി വയ്ക്കാം. അത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കാം. നമുക്ക് തൊഴിൽ നഷ്ടപ്പെട്ട വരുമാനത്തിലൊക്കെ ചിലപ്പോൾ വല്ല ബുദ്ധിമുട്ടൊക്കെ വന്നു ചേരാവുന്നതുകൊണ്ട് തൊഴിലൊന്നും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കാം. അതുപോലെ തന്നെ ജൂലൈ നവംബർ മാസങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സന്താനങ്ങളെക്കുറിച്ച് ധാരാളം ആശങ്കകൾക്കൊക്കെ വഴിവെക്കുന്ന ഒരു കാലമാണ്. അവരുടെ ഉന്നത പഠനമായിട്ടും അവരുടെ വിവാഹമായിട്ടും അതുപോലെ പഠന ചിലവുകൾ, ആശുപത്രി ചിലവുകൾ, അവരുടെ രോഗചികിത്സകൾക്കൊക്കെ നമുക്ക് ചിലപ്പോൾ വല്ലാതൊരു ആശങ്കയൊക്കെ ഉളവാകുന്നതാണ്. പിന്നെ മക്കൾക്ക് ജോലിയൊക്കെ കാത്തിരിക്കുന്ന ആളുകൾക്ക് നല്ല പുരോഗതിയൊക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ സന്താനങ്ങളുടെ വരുമാനമൊക്കെ വർദ്ധിക്കും. ബിസിനസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് വരുമാനം വർദ്ധിക്കുന്നതാണ്. പുതിയ തന്ത്രങ്ങളോ സ്ട്രാറ്റജികളൊക്കെ ആവിഷ്കരിക്കുന്നത് കൊണ്ടും ബിസിനസ്സിലൊക്കെ പല മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാനും കൈവരിക്കാനും കഴിയുന്നതാണ്. ഊഹാപോഹ കച്ചവടം ലാഭമൊക്കെ വന്നു ചേരുന്നതാണ്. പുതിയ കർമ്മരംഗത്ത് പുതിയ മാറ്റങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു മനസ്സിനൊരു സുഖവും ഒരു ഉണർവും ഒക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. കൂടുതൽ കഠിന പരിശ്രമം ചെയ്യുന്നത് കൊണ്ട് തന്നെ വിജയത്തിലെത്തിച്ചേരാൻ കഴിയുന്നൊരു ശനി മാറ്റമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. 5ലെ ശനി നിങ്ങൾക്ക് കൂടുതൽ ഗുണങ്ങൾ കിട്ടാനായിട്ട് അഹോരാത്രം പരിശ്രമിക്കാം. ഈശ്വരാനുഗ്രഹമൊക്കെ നല്ലതുപോലെ നേടുക. സ്ഥിരമായിട്ടുള്ള കർമ്മോത്സാഹരായിട്ട് സ്ഥിരമായിട്ട് പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നല്ല നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കും. കുടുംബത്തിൽ ചില ഗുരുജനങ്ങൾക്കൊക്കെ ആപത്തുകളൊക്കെ പിണയാൻ സാധ്യതയുള്ളത് കൊണ്ട് അത് മനോദുഃഖം ഉണ്ടാക്കുന്നത് കൊണ്ട് നേരത്തെ നിങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ പതിപ്പിക്കുന്നതുമൊക്കെ നന്നായിരിക്കും. ധനുരാശിക്കാർക്ക് ഈ വരുന്ന മാർച്ച് 2025 മാർച്ച് 29 ശനിയുടെ ഒരു ഗോചരം എന്ന് പറയുന്നത് 4ലേക്കാണ്. 4 എന്ന് പറയുന്നത് കണ്ടകനായിട്ടുള്ള ഒരു സ്ഥാനമാണ്. കണ്ടക ശനി എന്നാണ് 4ലെ ശനിയെ നമ്മൾ വിളിക്കാറ്. ഈ ഗോചരം കർമ്മരംഗത്തൊക്കെ ധാരാളം വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരുന്നൊരു കാലമാണ്. പൊതുവെ ഒരു കാലഘട്ടം വെല്ലുവിളികളും പ്രതിസന്ധികളും നിറഞ്ഞൊരു കാലഘട്ടം തന്നെയായിരിക്കും. കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ ഒറ്റപ്പെട്ട് മാറി നിൽക്കേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. നിങ്ങളുടെ ഒറ്റപ്പെട്ടുള്ള താമസവും നിങ്ങളുടെ ഒറ്റപ്പെട്ടുള്ള യാത്രകളും ഒക്കെ ചിലപ്പോൾ കുടുംബത്തിൽ പല അസ്വാരസ്യങ്ങൾക്കൊക്കെ വഴിവെക്കുന്നതും പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അത് സംജാതമാകുന്നതാണ്. തൊഴിൽ മാറ്റം, സ്ഥാനഭ്രംശം ഇവയൊക്കെ ചിലപ്പോൾ വന്നു ഭവിക്കുന്നുണ്ട്. ഒരു തരത്തിൽ നിങ്ങളുടെ സ്വഭാവത്തിലും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലുമൊക്കെ കുടുംബക്കാരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനും ഒക്കെ ചിലപ്പോൾ സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ പല അസ്വാരസ്യങ്ങൾക്കുമൊക്കെ ഈ ഒരു ശനി മാറ്റം വഴിവെക്കുന്നതാണ്. അതുകൊണ്ട് അതങ്ങനെ ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കുടുംബക്കാരുമായിട്ടും കുടുംബത്തിലെ പങ്കാളികളൊക്കെ ആയിട്ട് നിങ്ങളുടെ ഒറ്റയ്ക്കുള്ള യാത്രകളും അതുപോലെ തന്നെയുള്ള ഒറ്റയ്ക്കുള്ള പല പ്രവൃത്തികളും ഒക്കെ കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ വരുത്തി വയ്ക്കുന്നത് കൊണ്ട് ഒന്ന് ശ്രദ്ധയോടുകൂടി തന്നെ അവരെയും കൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് പൊതുവെ കുടുംബത്തിലെ അശാന്തിക്ക് വഴിയൊരുക്കാതിരിക്കാൻ നല്ലതാണ്. ആരോഗ്യമൊക്കെ വഷളാവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ വേണം ആരോഗ്യ കാര്യത്തിലൊക്കെ. കോടതി വ്യവഹാരങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നവർക്ക് അതിൽ വിജയം പ്രതീക്ഷിക്കാവുന്നതാണ്. കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകാനായിട്ട് ദൂരദേശ യാത്രകളും അന്യദേശ യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരാം. ആരോഗ്യം വഷളാകാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ ആശുപത്രിയിൽ നല്ലൊരു ഡോക്ടറെയൊക്കെ കണ്ട് നല്ല രീതിയിലുള്ള വൈദ്യപരിശോധനകളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പ്രത്യേകം മധ്യവയസ്കരായിട്ടുള്ള ആളുകൾക്ക് ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് പ്രത്യേക ശ്രദ്ധ പുലർത്താം. 10 വയസ്സിന്
താഴെയുള്ള കുട്ടികളുടെ ഒരു കാര്യത്തിൽ അടക്കും ചിട്ടയും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കാര്യത്തിൽ അവർക്കിപ്പോൾ എന്തെങ്കിലും ചെറിയ അസുഖങ്ങളോ പഠനവുമായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ അടക്കം ചിട്ടയുമുള്ള ഒരു ജീവിതശൈലി വരുത്തുന്നത്, അത് കൈവരിക്കുന്നതൊക്കെ മാതാപിതാക്കൾക്ക് ആശ്വാസത്തിന് വഴിവെക്കുന്നതാണ്. വിജയം കൈവരിക്കാനായിട്ട് കുട്ടികളെ നമ്മൾ പഠനത്തിലൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നതൊക്കെ നന്നായിരിക്കും. അതുപോലെ തന്നെ ന്യൂമോണിയ പോലെയുള്ള രോഗങ്ങൾ, എന്തെങ്കിലും ഹാർട്ടിന് ബുദ്ധിമുട്ടോ കഫ സംബന്ധമായ ഉള്ളവർ നല്ല ചികിത്സ എടുക്കുക, അല്ലെങ്കിൽ ന്യൂമോണിയ പോലെയുള്ള രോഗങ്ങളൊക്കെ പിടിപെടാനായിട്ട് സാധ്യതയുണ്ട്. അതിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. മാതാവിൻ്റെ ആരോഗ്യം മോശമാകാനുള്ള കാലയളവൊക്കെയാണ്. ഈ ശനി ചിലപ്പോൾ മാതാവിൻ്റെ ആരോഗ്യത്തിലൊക്കെ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ മാതാവിനെയും കൊണ്ടിട്ട് ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരാം. പരിഹാരമായിട്ട് നിങ്ങൾ ശനി ശാസ്താ ക്ഷേത്രത്തിൽ കറുത്ത എള്ള് കൊണ്ടുപോയിട്ട് കറുത്ത എള്ള് കിഴികെട്ടി സമർപ്പിച്ച് അവിടെ തിരി കത്തിക്കുക, കറുത്ത എള്ള് ദാനം ചെയ്യുക, ആർക്കെങ്കിലും വാങ്ങിക്കൊടുക്കുക, കറുത്ത എള്ള് ദാനം ചെയ്യുക. ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് ഒരു 5 കിലോ കറുത്ത എള്ള് വാങ്ങിക്കൊടുക്കുക. എന്തിനാണെന്ന് ചോദിച്ചാൽ വെറുതെ അമ്പലത്തിനൊരു പരിഹാരമായിട്ട്. അമ്പലത്തിൽ ശാസ്താ ക്ഷേത്രത്തിൽ എല്ലാ ശനിയാഴ്ചയും എള്ളുതിരി കത്തിക്കാൻ എള്ള് ധാരാളം വേണം. ഒരു 5 കിലോ അല്ലെങ്കിൽ 2 കിലോ നമ്മുടെ കയ്യിലുള്ള സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് എള്ള് വാങ്ങിയിട്ട് കറുത്ത എള്ള് വാങ്ങിയിട്ട് ദാനം ചെയ്യുക. പിതൃദോഷത്തിന് പിതൃപിണ്ഡം ബലിയിടൽ, അമാവാസി തോറും ബലിയിടുന്നതുമൊക്കെ ഈ പറയുന്ന ശനി ദോഷം മാറുന്നതിന് നല്ലതാണ്. മകരം രാശി, ഈ രാശിക്കാർക്ക് ശനി 3ലേക്ക് ഗോചരം ചെയ്യുന്നു. 3ലേക്ക് ഗോചരം ചെയ്യുന്ന ശനിയുടെ ഒരു മാറ്റം പൊതുവെ സ്വക്ഷേത്രമാണ് ശനി. ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സ്വാധീനം ശനി കൊണ്ടുവരുന്നുണ്ട്. ദൂരദേശ യാത്രകളോ വിദേശ യാത്രകളോ ഒക്കെ ഇവർക്ക് പലതും അനുഭവയോഗ്യമാകുന്നൊരു കാലഘട്ടമാണ്. വിദേശത്ത് തൊഴിലൊക്കെ നേരത്തെ നോക്കിയിട്ട് നടക്കാതിരുന്നവർക്ക് വിദേശയാത്ര കൊണ്ട് തൊഴിലുകളൊക്കെ സാധ്യമാകുന്നതാണ്. വിദേശത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നവർക്ക് ശമ്പളം കിട്ടാതിരിക്കുക, കമ്പനി മാറിയിട്ട് ഒരു ഗുണമില്ലാതിരിക്കുന്നവർക്കുമൊക്കെ ഈ ശനി ചിലപ്പോൾ കുറേ ഗുണങ്ങളൊക്കെ കൊണ്ടുതരുന്നതാണ്. ആത്മീയ കാര്യങ്ങളിലും മതപരമായ കാര്യങ്ങളിലുമൊക്കെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും കുറേയേറെ സൽക്കർമ്മങ്ങളും സൽപ്രവൃത്തികളും ഒക്കെ പറയുകയും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ദൈനംദിന പ്രവർത്തനങ്ങളിൽ നിരന്തരമായിട്ട് മെഡിറ്റേഷൻ അതുപോലെയുള്ള കർമ്മങ്ങളെന്ന് പറയുമ്പോൾ സജ്ജന സംസർഗമൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് നേട്ടങ്ങൾ വരുന്ന ഒരു മാറ്റം തന്നെയാണ് ഈ ശനി കൊണ്ടുവരുന്നത്. കാരണം ഈ ഒരു ശനി 3 പറയുമ്പോൾ സ്പിരിച്വാലിറ്റിയിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് നേട്ടങ്ങളും സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ നമ്മുടെ മനസ്സറിയാതെ ചെന്ന് പെടുന്നതുമാണ്. അപ്പോൾ എവിടെ സ്പിരിച്വാലിറ്റി ഉണ്ടോ, എവിടെ പുണ്യക്ഷേത്ര ദർശനങ്ങളുണ്ടോ, അതിനൊക്കെ നമ്മൾ കൂടുതൽ സമയം ചെലവഴിക്കുക, പണം ചെലവഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ശനി നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരാം. പിന്നെ ആ സമയത്തൊക്കെ ചിലപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് പലതിനെയും നമ്മൾ പോസിറ്റീവായിട്ട് കണക്കിലെടുത്ത് മനസ്സിനും ശരീരത്തിനും ഒക്കെ പോസിറ്റീവ് എനർജി വൈബ് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. കാരണം വരുന്ന ശനി നമ്മളിലേക്ക് യൂണിവേഴ്സൽ എനർജി നമ്മളിലേക്ക് പ്രവഹിക്കുമ്പോൾ അത് ഇവിടെയൊക്കെ ബ്ലോക്കായി കടന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ എപ്പോഴും നമ്മുടെ ആ ഒരു ചക്രാസൊക്കെ നമ്മളൊന്ന് ഓപ്പൺ ആക്കി ഇടുക. ഈ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് വളരെ എളുപ്പമാണെന്ന്. വളരെ എളുപ്പം തന്നെയാണ്. യൂണിവേഴ്സൽ എനർജിയാണ് നമുക്ക് ഈ ശനിയായിട്ട് നമ്മുടെ സഹസ്രാരവത്തിൽ കൂടെ നമ്മളിലേക്ക് പ്രവഹിക്കുന്നത്. അപ്പോൾ സഹസ്രാരവും ഓപ്പണായിട്ട് എല്ലാ ദിവസവും എണ്ണ തേച്ച് കുളി, എല്ലാ ദിവസവും വ്രതം പറ്റുന്ന സമയങ്ങളിലൊക്കെ ഏതെങ്കിലും ഉപാസനയോ വ്രതമോ സ്വാത്വികമായിട്ടുള്ള രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളോ ഒക്കെ നമ്മൾ ചെയ്യുക. മത്സ്യമാംസങ്ങളൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് മത്സ്യമാംസം കഴിക്കരുത്, പച്ചക്കറിയും കഴിക്കുക, അപ്പോൾ പിന്നെ ചെടിയുടെ പാപം ഏൽക്കണം എന്തിനാന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരാം. അപ്പോൾ സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. സ്വാത്വികം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ചെടിയിൽ നിന്ന് പറിച്ചതാണെങ്കിലും പുറത്തുനിന്ന് എടുക്കുന്ന നല്ല ഫ്രഷായിട്ടുള്ള ഭക്ഷണം, ഫ്രഷായിട്ട് ഇവിടെ എന്താ കിട്ടുന്നത്? ഒന്നും കിട്ടുന്നില്ല. അപ്പം അത് നമ്മൾ തന്നെ വച്ച് വേവിച്ച് കഴിച്ച് വീട്ടിൽ തന്നെ ചൂടോടുകൂടി കഴിക്കുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കാം, നമ്മളിലേക്കുള്ള ആ എനർജി വരുന്നത് നല്ലൊരു എനർജി ആയിരിക്കാം. അപ്പോൾ സഹസ്രാരവത്തിൽ കൂടി നമ്മളിലേക്ക് ഈ എനർജി ഫ്ലോ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ സ്രോതസ്സിലൂടെ അത് കയറിപ്പോയി നമുക്ക് ചിലപ്പോൾ ഒരു പുത്തൻ ഉണർവുണ്ടാവാം. ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ തണുത്ത ഭക്ഷണം കഴിച്ച് വയറ് കേടായി, ഉദരരോഗം വന്നു, ഇന്നലത്തെ ഫുഡ് കഴിച്ചു, ഫുഡ് പോയ്സൺ വന്നു, അത് ചിലപ്പോൾ ചൂടോടെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചു. ഒരു നേരമെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് എന്താണ്, അത്രയേറെ വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കഴിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ശനി നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കില്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് തന്നെ പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ പറയുക, പ്രവർത്തിക്കുക, ചിന്തിക്കുക. മറ്റുള്ളവരെ വിമർശനാത്മകമായിട്ട് എപ്പോഴും വിമർശിക്കാൻ വേണ്ടി മാത്രം ഇരിക്കാതെ ചെയ്യുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി നല്ല തലത്തിലേക്ക് അത് എത്തണമെന്ന് ചിന്തിച്ച് നമ്മൾ വിമർശിക്കുക. ചെയ്യുന്ന വിമർശനങ്ങൾ എപ്പോഴും
അതെന്തായിരിക്കണം? മറ്റൊരാൾക്ക് വേദന ഉണ്ടാക്കുന്നതായിരിക്കരുത്. മറിച്ച് വിമർശനങ്ങൾ എപ്പോഴും ആവശ്യമാണ്, പക്ഷെ അത് വേദന ഉണ്ടാക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്, ശനി നമുക്ക് തനിയെ ശനി വഴിമാറിത്തരും. വിവേകബുദ്ധിയോടുകൂടിയും യുക്തിരഹിത്യത്തോടു കൂടിയും സംയമനത്തോടു കൂടിയും ആത്മാർപ്പണത്തോടു കൂടിയൊക്കെ നമ്മൾ പല മേഖലകളിലും പ്രവർത്തിക്കുന്നത് കൊണ്ട് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ദഹനം മോശമായ അവസ്ഥയിലേക്ക് മാറാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഉദരസംബന്ധമായിട്ട് രോഗങ്ങൾ തീർച്ചയായിട്ടും വരാം. പഴകിയ ഹോട്ടലിലൊക്കെ കയറി ഭക്ഷണം കഴിക്കുമ്പോൾ തലേ ദിവസത്തെ ഭക്ഷണമല്ല, പുതിയതാണെന്നും ഫ്രഷ് ആണെന്നും ബോധ്യപ്പെടുത്തിയിട്ട് മാത്രം നിങ്ങളത് കഴിക്കാൻ നോക്കുക. ഏതെങ്കിലും അരി വലിച്ച് കഴിച്ച് ഉദരസംബന്ധമായ രോഗം വന്ന് ആശുപത്രി വാസമൊക്കെ വരാം. അതുകൊണ്ട് അതൊക്കെ വളരെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലോണം വരാം. അതുകൊണ്ട് അതിലൊക്കെ ജാഗ്രത പാലിക്കാം. മാതാപിതാക്കളുടെ ആരോഗ്യമൊക്കെ മോശമാവാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. പ്രായമായ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധ പതിപ്പിക്കുന്നതൊക്കെ നമുക്ക് തന്നെ ഗുണം ചെയ്യുന്നതാണ്. കഠിനാധ്വാനം മൂലം വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അപകട സാധ്യതയൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതലായിട്ട് യാത്രകളുടെ സമയത്തൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കുക. നാമജപമൊക്കെ ഉണ്ടെങ്കിൽ, ഉപാസനയൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ ജപിച്ചുകൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുക. നാമജപം നാക്കിൽ ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടൊക്കെ വണ്ടി ഓടിക്കുക. അങ്ങനെ വരുമ്പോൾ കണ്ണുമ കൊള്ളം പിരികത്ത് കൊണ്ടു പോകുന്ന പോലെ അപകടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാനൊക്കെ സാധിക്കുന്നതാണ്. യന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ, വാഹനം യന്ത്രമൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി അത് കൈകാര്യം ചെയ്യുക. തീർച്ചയായിട്ടും ശനി നമുക്ക് ദോഷങ്ങളല്ല കൊണ്ടുതരിക, ഗുണങ്ങളാണ് കൊണ്ടുതരിക. നമ്മൾ നമ്മുടെ എനർജികളെ കൺവേർട്ട് ചെയ്ത് അതിലേക്കായിട്ട് എത്തിക്കാൻ നോക്കുക. കുംഭം രാശിക്കാർക്ക് ശനിയുടെ ഈ ഗോചരം 2025 മാർച്ച് 29 മാറുന്ന ശനി എന്ന് പറയുന്നത് 2ാം ഭാവത്തിലേക്ക് ഗോചരം ചെയ്യുന്നു. ശനിയുടെ ഈ മാറ്റം ഇവർക്ക് ഗുണവും ദോഷവും കൊണ്ടുവന്ന് തരുന്നതാണ്. പണം കയ്യിൽ വന്ന് ചേരാനുള്ള ചില മാർഗങ്ങളുമൊക്കെ വന്നു ചേരാം. പൈതൃകമായിട്ടുള്ള സ്വത്തുക്കളൊക്കെ കൈകാര്യം ചെയ്യുകയും വിറ്റ് അതിൽ നിന്ന് പണമൊക്കെ നമുക്ക് ചിലപ്പോൾ എടുക്കാം. ഇതുവരെ പൈതൃക സ്വത്ത് കിട്ടാതിരുന്നവർക്ക് അതിൽ നിന്ന് ചിലപ്പോൾ പണമൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ പല കാര്യത്തിലും നമ്മളെ ശനി പലതും പഠിപ്പിക്കാനായിട്ട് തയ്യാറെടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ശനിയുടെ ഒരു മാറ്റം എന്ന് പറയുന്നത്. ശനി സമ്പാദ്യം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും സമ്പാദ്യത്തിൽ വളരെ കഠിനമായിട്ടുള്ള രീതികളൊക്കെ നമ്മൾ പാലിക്കേണ്ടതായിട്ടാണ്. പ്രത്യേക ഒരു ജാഗ്രത നമ്മുടെ സമ്പാദ്യ കാര്യങ്ങളിലും പണം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ നിൽക്കണം. നമ്മുടെ പരിശ്രമം മൂലം നമുക്ക് പലതും പഠിക്കാനും പലതും മാറ്റങ്ങൾ കൈവരിക്കാനും ഒക്കെ കഴിയുന്നൊരു കാലമാണ് ഈ ശനിയുടെ ഒരു മാറ്റം കൊണ്ട് വന്നു ചേരുന്നത്. വിദേശത്ത് ജോലിയുള്ളവർക്ക് അവിടെ തന്നെ വിജയകരമായൊരു രീതിയിൽ ശമ്പള വർധനവോ ശമ്പളം കിട്ടാനോ, ചിലപ്പോൾ ശമ്പള കുടിശ്ശികയൊക്കെ കിടന്നവർക്ക് അതൊക്കെ കിട്ടാനൊക്കെ യോഗമുണ്ട്. ബന്ധുക്കളുമായിട്ട് ചില കാര്യങ്ങളിൽ ചിലപ്പോൾ അകൽച്ചയൊക്കെ വന്നു ചേരാം. നേരത്തെ ആ ബന്ധുക്കളുമായിട്ട് സ്നേഹത്തിൽ വർത്തിച്ചിരുന്നതാണെങ്കിൽ ചില കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ ഒരു അകൽച്ച വന്നു ചേരാം. വസ്തു ഭൂമി ഇവയൊക്കെ ക്രയവിക്രയം ചെയ്യാനും അതുപോലെ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് ലാഭമൊക്കെ വന്നു ചേരുന്നൊരു കാലഘട്ടമാണ്. പരുഷമായിട്ടുള്ള സംസാരമൊക്കെ വളരെ നല്ലതായിരിക്കും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. പരുഷമായിട്ടുള്ള സംസാരം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ ഒക്കെ നിങ്ങൾക്ക് ശത്രുഭാവത്തിലേക്ക് മാറേണ്ടതായിട്ട് വരാം. അതുകൊണ്ട് അതൊക്കെ ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മൂലം നിങ്ങൾക്കത് മനോദുഃഖം ഉണ്ടാക്കിയേക്കാം. ആയതിനാൽ അവർക്ക് സുഖമില്ല എന്ന് പറയുമ്പോൾ, പങ്കാളിക്ക് സുഖമില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരുടെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധ പതിപ്പിക്കാം. വരുമാനത്തിലാണെന്നുണ്ടെങ്കിലും കർമ്മരംഗത്താണെങ്കിലും നിങ്ങൾക്ക് ഉയർച്ചയൊക്കെ വന്നു ചേരാൻ സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഉന്മേഷം കൊണ്ട് കഠിന പരിശ്രമമൊക്കെ ചെയ്യുക. മനസ്സ് വളരെ ആത്മാർത്ഥതയോടുകൂടിയും ആത്മസംയമനത്തോടുകൂടിയും പ്രവർത്തിക്കുക. അതുമൂലം നമുക്ക് കർമ്മരംഗത്തും ജീവിത രംഗത്തും ഒക്കെ പല ഉയർച്ചകളും ഒക്കെ വന്നു ഭവിക്കുന്ന ഒരു മാറ്റം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശനി എന്ന് പറയുന്നത് നമ്മൾ പേടിക്കുകയല്ല, മറിച്ച് ശനിയെ നമ്മൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാം. ഈ ശനിയെ ഞാൻ തോൽപ്പിക്കുമെന്നൊരു ചിന്തയോടുകൂടി ദൃഢപ്രതിജ്ഞയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ 90% നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നൊരു മാറ്റം തന്നെയാണ് ഈ ശനി മാറ്റം. അല്ലാതെ പേടിച്ച് വിറച്ച് ഇപ്പോഴേ അയ്യോ ശനി വരുന്നേ, അതുകൊണ്ട് ഞാൻ ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നറിയില്ല, ഇതെന്നും കേട്ട് മടുപ്പായല്ലോ എന്ന് ചിന്തിക്കേണ്ട. നല്ലതുപോലെ ശനിയെ നമ്മൾ സ്വീകരിക്കാം. ആ ശനിയെ നമ്മുടെ കൂടെ തന്നെ കൂട്ടി നിർത്തി ഉപാസിച്ച് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് നേട്ടങ്ങളുടെ ഒരു കാലയളവ് തന്നെയായിരിക്കും. പരിശ്രമത്തിലൂടെ ധാരാളം നേടിയെടുക്കാൻ പറ്റുന്ന നേട്ടങ്ങൾ നമുക്ക് ഇതിലുണ്ടാവാം, കൈവരിക്കാൻ സാധിക്കുന്നതാണ് ഈ രാശിക്കാർക്ക്. മീനം രാശിക്കാർക്ക് സ്വന്തം രാശിയിലേക്ക് നീങ്ങുന്ന ശനി വളരെയധികം സ്വാധീനം നിങ്ങളിൽ ചെലുത്തുന്നതാണ്. ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു ശനിയാണ് ഈ പ്രാവശ്യം വരാൻ പോകുന്നത്. ഈ മാറ്റം എന്ന് പറയുന്നത് സഹോദര സ്ഥാനത്തുള്ളവരോട് ധാരാളം സ്നേഹം കാണിക്കാനും അവരോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കാനും ഒക്കെ കഴിയുന്നൊരു കാലയളവാണ്. സാമ്പത്തിക രംഗമാണെങ്കിൽ മോശമാവും, അതുപോലെ തന്നെ
നേരെയാക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സും ശരീരവും കഠിന പരിശ്രമവും കൊണ്ട് ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു മാറ്റം തന്നെയാണ് ശനി കൊണ്ടുവരുന്നത്. നമ്മൾ വേണ്ട എന്ന് വിചാരിച്ച അലസതയോടെയും മടിയോടെയും നിരാശയോടെയും എവിടെയെങ്കിലും കുത്തിയിരുന്നാൽ നമുക്ക് ഈ ശനി കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല, എല്ലാം നഷ്ടപ്പെടുന്നതാണ്. വിദേശത്തൊക്കെ ഉള്ളവർക്ക് പുതിയ പുതിയ കൂടുതൽ നേട്ടങ്ങളൊക്കെ ഈ ശനി കൊണ്ടുതരുന്നതാണ്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ സാധിക്കും. വിദേശത്ത് പോകാൻ സാധിച്ച് അവിടെ ചെന്നിട്ട് ജോലിയൊന്നും കിട്ടാതിരിക്കുന്നവർക്ക് ഈ ശനി ചിലപ്പോൾ നല്ല തൊഴിലുകളൊക്കെ നേടിത്തരും. അതിനുവേണ്ടി നമ്മുടെ മനസ്സിലൊക്കെ നിരാശയൊക്കെ കൈവെടിഞ്ഞ് നല്ലതുപോലെ ഒരു ആത്മസംയമനത്തോട് ആത്മാർപ്പണത്തോടു കൂടി പ്രാർത്ഥനകളും അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും 21 ദിവസത്തെ ഒരു നിരന്തരമായിട്ടുള്ള അഫർമേഷൻസും കഠിന പരിശ്രമവും ഒക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ശനി നല്ല നേട്ടങ്ങളായിരിക്കും കൊണ്ടുതരിക. ശനിയെ നമ്മൾ ഇന്ന് പ്രാവിയിട്ട് കാര്യമില്ല. ശനി നമുക്ക് നല്ല നേട്ടങ്ങൾ കൊണ്ടുതരാൻ നമ്മൾ അഹോരാത്രം പരിശ്രമിക്കുക. മനസ്സും ശരീരവും ഒക്കെ ഒരുപോലെ നമ്മൾ ഓപ്പണാക്കി വെച്ചിട്ട് ഓപ്പണാക്കി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ഓപ്പണാക്കുക എന്ന് പറഞ്ഞാൽ കിറിമുറിക്കുക എന്നല്ല, നല്ലതുപോലെ മനസ്സിലേക്ക് ശരീരത്തിലേക്കൊക്കെ പുത്തൻ ഉണർവ് കയറി വരാനായിട്ട്, യൂണിവേഴ്സൽ എനർജി കയറി വരാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ദാമ്പത്യത്തിലൊക്കെ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാകാം. അതിനെയൊക്കെ നമ്മൾ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒന്ന് സംയമനം പാലിക്കുന്നതൊക്കെ നന്നായിരിക്കും. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാക്കാനായിട്ട് പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് മനോദുഃഖം ഉണ്ടാകും. പെട്ടെന്ന് പങ്കാളിക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരാം. അതുപോലെ തന്നെ സന്താനങ്ങളെ കാത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ അതിനൊക്കെ സങ്കടമൊക്കെ വന്നു ചേരാം. അത് സംഭവിക്കാതിരിക്കാൻ ചിലപ്പോൾ സങ്കടമൊക്കെ ഉണ്ടാകാം. അത് തന്നെ നിങ്ങളുടെ മനോദുഃഖം ഉണ്ടാക്കുന്നൊരു കാലയളവാകാം. പ്രൊഫഷണൽ രംഗത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് നല്ലതുപോലെ മാറ്റങ്ങളൊക്കെ വന്നു ചേരാം. അതുപോലെ തന്നെ പ്രൊഫഷണൽ രംഗത്ത് നല്ല നല്ല ബന്ധങ്ങളൊക്കെ ഉടലെടുക്കാനുമൊക്കെ ഇത് സാധ്യമാകുന്നുണ്ട്. ശനിയുടെ ഈ ഒരു ഗോചരം നിങ്ങൾക്ക് ധാരാളം ഗുണങ്ങളൊക്കെ കൊണ്ടുതരുന്നതാണ്. വ്യാപാര വ്യവസായ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഈ നേട്ടങ്ങൾ കൊണ്ട്, ഈ ശനിയുടെ ഒരു മാറ്റങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ്. ചെറുകിട സംരംഭങ്ങളൊക്കെ വിപുലീകരിക്കാനൊക്കെ സാധിക്കുന്നതാണ്. മാനസിക പിരിമുറുക്കം, മെൻ്റൽ സ്ട്രെസ്സ്, ഫിസിക്കൽ സ്ട്രെസ്സൊക്കെ ഉള്ളവർക്ക് അത് കുറയാനായിട്ട് യോഗ, മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. വിവേകബുദ്ധിയോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നേട്ടങ്ങളുടെ ഒരു കാലയളവ് തന്നെയായിരിക്കും ഈ ശനി നിങ്ങൾക്ക് നേടിത്തരുന്നത്. വിവേകത്തോടു കൂടിയുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ സംഭവിക്കുന്നത് അത് എൻ്റെ ദോഷം കൊണ്ടാണ് എന്ന് ചിന്തിക്കുക. മറ്റുള്ളവരുടെ ദോഷം കൊണ്ടല്ല, എൻ്റെ ദോഷം കൊണ്ടാണ് എന്നുള്ള വിവേക ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറി ചിന്തിക്കാനൊക്കെ കഴിയുകയാണെങ്കിൽ നല്ല നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. വൈവാഹികമായിട്ടുള്ള ബന്ധങ്ങളിൽ കൂടുതൽ മാനസിക സമ്മർദ്ദം വന്നു ചേരുന്നതാണ്. രണ്ടാമതൊരു വിവാഹം, പുനർവിവാഹ യോഗമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതുമൊക്കെ സാധിക്കുന്നതാണ്. പക്ഷേ പങ്കാളികളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ കുറച്ച് വ്യക്തത പുലർത്തുന്നത് നന്നായിരിക്കും. എന്തായാലും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ വല്ലാതെ അലട്ടുന്നതാണ്. ശരീരത്തിൻ്റെ ആ കഠിനമായിട്ടുള്ള പ്രവൃത്തി കൊണ്ട് കൂടുതൽ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ശരീരത്തെ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് വല്ലാതെ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത് ശരീരത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് കൂടുതൽ നേട്ടങ്ങൾക്കും കൂടുതൽ നിങ്ങളുടെ സാമ്പത്തിക ഉന്നമനത്തിനുമൊക്കെ കൈവരിക്കാൻ സാധ്യമാകുന്നതാണ്.